മന്ധരയുടെ ഏഷണി കേട്ട് മനസ്സുമാറിയ കൈകേയി അഭിഷേക വിഘ്നം വരുത്തുന്നതിനുറച്ച് അതിനുള്ള തന്ത്രങ്ങളുമായി സ്വന്തം അന്തഃപുരത്തിൽ വെറും നിലത്ത് ഭർത്താവ് വരുന്നതും കാത്തു കിടന്നു. ആ മാലകൾ നിലത്തിടൂ. ആ മൂക്കൂത്തി, ആ വളകൾ, ഇതെല്ലാം ഒരു ചിതറിയിടൂ. ആ പുടവ അതഴിഞ്ഞുലഞ്ഞ് സ്ഥാനം തെറ്റി കിടക്കണം. അങ്ങനെ ഇനി കിടന്നോളൂ. ഓ, അവിടെയല്ല, അവിടെയല്ല ദേവി, ഇവിടെ ഈ നിലത്ത്. മഹാരാജാവിന്റെ പ്രിയ പത്നിയുടെ പൂവുടൽ മണ്ണും പൊടിയുമേറ്റ് കിടക്കുന്നത് കാണുമ്പോൾ അയോധ്യാധിപന്റെ മനസ്സു നിളകണം. ദേവി നന്നായി അഭിനയിക്കണം. എന്റെ മന്ധരേ, തോട്ടി പോലെ വളഞ്ഞു കൂനിയ നിന്റെ ഈ നട്ടെല്ല് നിറച്ചും മായാജാലങ്ങളും കുരുട്ടുവിദ്യകളും നിറച്ചിരിക്കുകയാണോ നീ? ദേവി, അതീ വളഞ്ഞ തണ്ടെല്ലിലല്ല, നിവർന്ന തലയിലാണ്. വരൂ ദേവി. മണ്ണും പൊടിയും വാരി മേലാകെ അണിയൂ. അങ്ങനെ എന്റെ ഊഴം ഇതോടെ തീർന്നു. ഇനിയും ദേവിയുടെ ഊഴമാണ്. നന്നായി അഭിനയിക്കണം. ധർമ്മധീരനായ മഹാരാജാവ് ഭവതിയുടെ അഭിനയത്തിന് മുന്നിൽ മുട്ടുമടക്കി കീഴടങ്ങണം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാം അവളെന്നെങ്ങു പോയിനാ മന്ദമാകുന്നിതുന്മേഷമൻ മാനസേ. അന്തഃപുരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മെ വാതിൽക്കൽ സ്വീകരിക്കുന്ന പ്രിയ പത്നി കൈകേയി എവിടെ? മഹാരാജൻ. ഏയ് ചെടി, എവിടെ നിന്റെ സ്വാമിനി? മഹാറാണി ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു മഹാരാജൻ. ദേവി, എന്താ ഇത്? വെറും നിലത്ത് കിടക്കുകയോ? ദേവി, പട്ടാടകളിലും പട്ടുപോലുള്ള മെയ്യിലും ചെളി പുരണ്ടിരിക്കുന്നല്ലോ.
എന്താ ദേവി ഇതൊക്കെ? എന്താ കാര്യം? എന്നോട് പറയൂ. കൈകേയി, നീ നമ്മുടെ മഹാറാണിയാണ്, ഈ അയോധ്യ മഹാരാജ്യത്തിന്റെ റാണി. നിന്റെ ഏതാഗ്രഹവും സാധിപ്പിക്കാൻ നാം ഉണ്ട്. ഈ രാജ്യം ആകെയുണ്ട്. നിനക്കൊരാൾ ദുഃഖമുണ്ടാക്കിയാൽ അയാളെ വധിക്കാൻ പോലും നാം മടിക്കില്ല. പറയൂ, എന്താണ് നിന്റെ ദുഃഖകാരണം? അതല്ല, ഈ രോഗം എന്തെങ്കിലും ആണെങ്കിൽ ഇത് പറയൂ. ആര്യപുത്ര, എനിക്ക് രോഗമൊന്നുമില്ല. പക്ഷേ ഒരാഗ്രഹമുണ്ട്. അതങ്ങ് സാധിച്ചു തന്നില്ലെങ്കിൽ എന്ന വിഷമത്തിലാണ് ഞാൻ ക്രോധാലയത്തിൽ പ്രവേശിച്ചത്. കൈകേയി, നിനക്കറിയാത്തതാണോ ഈ ദശരഥന്റെ പ്രതാപം? തേരുരുളുന്ന വീഥികളിലെല്ലാം സ്വന്തം കൊടിക്കൂറ പാറിക്കുന്ന വീര്യം. പറയൂ, എന്താണ് നിന്റെ ആഗ്രഹം? ഭഗവൻ, അങ്ങ് സത്യം ചെയ്യണം, എന്റെ ആഗ്രഹം സാധിച്ചു തരുമെന്ന്. ദശരഥനിതാ സത്യം ചെയ്യുന്നു. സ്വന്തം പ്രാണന്റെ പ്രാണനായ പ്രിയപുത്രൻ രാമന്റെ പേരിൽ, എന്റെ സർവ സുഹൃതങ്ങളുടെയും പേരിൽ ഭവതിയുടെ ഇച്ഛ എന്തായാലും നാം അത് സാധിച്ചിരിക്കും. സത്യം. സത്യാത്മാവും ധർമ്മനിഷ്ഠനുമായ ദശരഥ മഹാരാജാവിന്റെ സത്യത്തിന് സർവ്വദേവതകളും സാക്ഷിയാകട്ടെ. മഹാരാജ, ഞാൻ എന്റെ ആഗ്രഹം ഇതാ പറയാൻ പോകുന്നു. പണ്ട് ദേവാസുര യുദ്ധം നടന്ന സമയത്ത് അങ്ങ് എനിക്ക് തരാൻ ഒരുങ്ങിയ 2 വരങ്ങൾ ഇപ്പോൾ തരിക. ഇതോ? സത്യപ്രതിജ്ഞയുടെ ആവശ്യമെന്ത്? ചോദിക്കൂ, നാം തന്നിരിക്കുന്നു. ഇതാ ചോദിക്കുന്നു. 1, മാൻ, തോൽ, മരവുരി എന്നിവ ധരിച്ച് രാമൻ ദണ്ഡകാരണ്യത്തിൽ 14 വർഷം തപസ്യയായി താമസിക്കണം. 2, രാമനില്ലാതാവുന്ന ഈ അയോധ്യ രാജ്യത്ത് എന്റെ മകൻ ഭരതൻ രാജാവായി വാഴണം. മഹാരാജാവേ, സത്യം പാലിക്കുക, പ്രതിജ്ഞ നിറവേറ്റുക. എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിൽ വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണിതു ഭൂവനും